ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി മീറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് കമ്പനി സെക്രട്ടറി എന്താണെന്നുള്ളതാണ്. കമ്പനി സെക്രട്ടറി, അതിൻ്റെ ക്വാളിഫിക്കേഷൻ, ഡ്യൂട്ടീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ കോർപ്പറേറ്റ് റെഗുലേഷനുമായി ബന്ധപ്പെട്ട ഇതിന് മുമ്പത്തെ എല്ലാ വീഡിയോൻ്റെ ലിങ്കുകൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ എൻ്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക, ഐ ബട്ടൺ ശ്രദ്ധിക്കുക. ഈ സബ്ജക്റ്റിൻ്റെയും മറ്റ് സബ്ജക്റ്റുകളുടെയും എല്ലാ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇവയെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നൽകുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് കമ്പനി സെക്രട്ടറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. The word secretary is derived from a Latin word secretarius, which means a notary or confidential officer. സെക്രട്ടറി എന്നുള്ള പദം ഡിറൈവ് ചെയ്തിരിക്കുന്ന ലാറ്റിൻ വേർഡായ സെക്രട്ടേറിയസിൽ നിന്നാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നോട്ടറി. നോട്ടറി മീൻസ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ്. അതുപോലെ കോൺഫിഡൻഷ്യൽ മീൻസ് വളരെ രഹസ്യ സ്വഭാവമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസർ, മീൻസ് വിശ്വസ്തനായ ഒരു ഓഫീസർ എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. And company secretary is the principal officer responsible for secretarial work and management of the company as per policy and instruction laid down by the Companies Act and Board of Directors. Companies Actഉം Board of Directorsഉം എല്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച്, ഇൻസ്ട്രക്ഷൻസും പോളിസീസും എല്ലാം അനുസരിച്ച് കമ്പനി മാനേജ് ചെയ്യുകയും അതിൻ്റെ സെക്രട്ടേറിയൽ വർക്കിന് ഉത്തരവാദിയുമായിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ ഓഫീസറാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ കാര്യക്ഷമമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ ഉത്തരവാദിത്തമാണ് കമ്പനി സെക്രട്ടറിക്ക് ഉള്ളത്. അയാളാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ. അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട്, എ സെക്രട്ടറി മസ്റ്റ് ബി ആൻ ഇൻഡിവിജ്വൽ. കമ്പനീസ് ആക്ട് പ്രകാരം സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് തന്നെ എ ഫേം ഓർ എ കമ്പനി കനോട്ട് ബി അപ്പോയിൻറ്റഡ് ആസ് എ കമ്പനി സെക്രട്ടറി. ഒരു ഫേമിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയോ പിടിച്ച് നമുക്ക് കമ്പനി സെക്രട്ടറി ആക്കാൻ പറ്റില്ല. അതൊരു വ്യക്തി തന്നെ ആവേണ്ടതുണ്ട്. ദ സെക്രട്ടറി ഗൈഡ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ദ ഡേ ടു ഡേ വർക്ക് ഓഫ് കമ്പനി ലോ ആൻഡ് മർക്കൻഡൈൽ ലോ ആൻഡ് ഓഫ് അക്കൗണ്ട്സ്, ടാക്സേഷൻ, ഹോൾഡിംഗ് ഓഫ് മീറ്റിംഗ്സ്, ഡ്രാഫ്റ്റിംഗ് ഓഫ് റിപ്പോർട്ട്സ്, റെസൊല്യൂഷൻ എക്സെട്ര. അപ്പോൾ ഇത്തരത്തിലുള്ള സെക്രട്ടറിയൽ വർക്കുകളൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. ഡേ ടു ഡേ ഉള്ള കമ്പനി ലോയും മർക്കൻഡൈൽ ലോയുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യം, ടാക്സേഷനുമായി ബന്ധപ്പെട്ടത്, അതുപോലെ മീറ്റിംഗ് സംഘടിപ്പിക്കുക, റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, പ്രമേയങ്ങൾ, റെസൊല്യൂഷൻസ് റെഡിയാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഒരു സെക്രട്ടറി മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഹിസ് ഡ്യൂട്ടീസ് ആർ ഓഫ് മിനിസ്റ്റീരിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചർ ആൻഡ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ഡയറക്ഷൻ, കൺട്രോൾ ഓർ മാനേജ്മെൻറ്റ് ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് മിനിസ്റ്റീരിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചറിലുള്ളതാണ്. മിനിസ്റ്റീരിയൽ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാര്യനിർവഹണം, ഭരണപരമായ എന്നൊക്കെ ഉള്ളതാണ്. മിനിസ്റ്റീരിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചറിലുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ കാര്യനിർവാഹകനായിട്ടൊക്കെയാണ് അവർ പ്രവർത്തിക്കേണ്ടത്. ആൻഡ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ഡയറക്ഷൻ, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അഫയേഴ്സ്, കാര്യങ്ങൾ, അതിന് വേണ്ട ഡയറക്ഷൻ കൊടുക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളല്ല അവർ ചെയ്യേണ്ടത്. ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. He is an officer of the company and his duties consist of duties to the board, duties to the shareholders and duties to the company. അദ്ദേഹം കമ്പനിയുടെ ഒരു ഓഫീസറാണ്. അയാളുടെ ഡ്യൂട്ടീസിനകത്ത് വരുന്നത്, അയാൾ ബോർഡിനോട് കുറേ ഡ്യൂട്ടീസ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സിനോട് ഡ്യൂട്ടീസ് ഉണ്ട്, അതുപോലെ കമ്പനിയോട് അയാൾക്ക് ഒത്തിരി ഡ്യൂട്ടീസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ അയാളുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്, നമ്മൾ വഴിയെ പറയാൻ പോകുന്ന കാര്യമാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 24 ഓഫ് കമ്പനീസ് ആക്ട് 2013, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 24 പ്രകാരം കമ്പനി സെക്രട്ടറി ഓർ സെക്രട്ടറി മീൻസ്, കമ്പനി സെക്രട്ടറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എ കമ്പനി സെക്രട്ടറി ആസ് ഡിഫൈൻഡ് ഇൻ ക്ലോസ് സി ഓഫ് സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 2 ഓഫ് ദ കമ്പനി സെക്രട്ടറീസ് ആക്ട് 1980. 1980 കമ്പനി സെക്രട്ടറീസ് ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ 1 ക്ലോസ് സി പ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. ഹു ഈസ് അപ്പോയിൻറ്റഡ് ബൈ എ കമ്പനി ടു പെർഫോം ദ ഫങ്ഷൻസ് ഓഫ് എ കമ്പനി സെക്രട്ടറി അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം ഒരു കമ്പനി സെക്രട്ടറി
ഫങ്ഷൻസ് എന്താണോ അത് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയാൽ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. ദെൻ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീൻസ് എ കമ്പനി സെക്രട്ടറി ഹു ഈസ് ഡീംഡ് ടു ബി ഇൻ പ്രാക്ടീസ് അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 2 ഓഫ് ദി കമ്പനി സെക്രട്ടറീസ് ആക്ട് 1980. കമ്പനീസ് സെക്രട്ടറീസ് ആക്ട് 1980 സെക്ഷൻ 2 സബ്സെക്ഷൻ 2 പ്രകാരം നമ്മൾ പ്രാക്ടീസിലുള്ളതായിട്ട് കരുതപ്പെടുന്ന കമ്പനി സെക്രട്ടറിയെയാണ് നമ്മൾ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് എന്ന് പറയാം. According to Companies Act 1956, Companies Act 1956 പ്രകാരവും and the Companies Amendment Act 1988 പ്രകാരവും a company secretary means a person who is a member of the Institute of Company Secretaries of India. Company Secretaries of India, Institute of Company Secretaries of ഇന്ത്യയിലെ മെമ്പർ ആയിട്ടുള്ള ഒരാളാണ് ഇവിടെ കമ്പനി സെക്രട്ടറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻക്ലൂഡ്സ് എനി അതർ ഇൻഡിവിജ്വൽ പൊസസിങ് the prescribed qualifications and appointed to perform the duties which may be performed by a secretary under this act and any other ministerial or administrative duties. അതോടൊപ്പം തന്നെ ഈ നിർദ്ദിഷ്ട ക്വാളിഫിക്കേഷൻ എന്താണോ അതെല്ലാം തന്നെ പൊസസ് ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹം അവരെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ് ആൻഡ് അപ്പോയിൻറ്റഡ് ടു പെർഫോം ദ ഡ്യൂട്ടീസ് വിച്ച് മേ ബി പെർഫോംഡ് ബൈ എ സെക്രട്ടറി അണ്ടർ ദിസ് ആക്ട് ആൻഡ് എനി അതർ മിനിസ്റ്റേറിയൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ്. ഈ ആക്ട് പ്രകാരം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സെക്രട്ടറി പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് മിനിസ്റ്റേറിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് അവയെല്ലാം തന്നെ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണ്ട ക്വാളിഫിക്കേഷനോടുകൂടി നിർദ്ദിഷ്ട ക്വാളിഫിക്കേഷനോടുകൂടി അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലോ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ മെമ്പർ ആയിട്ടുള്ള ഒരാളെയോ ആണ് നമ്മൾ കമ്പനി സെക്രട്ടറി എന്ന് പറയാം. ഏത് പ്രകാരം? അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 1956 പ്രകാരവും കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 1988 പ്രകാരം. അപ്പോൾ 3 വിധത്തിലുള്ള ഡെഫിനിഷൻ. ഒന്ന് കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ആണ് പറഞ്ഞത്, മീനിങ് ആണ്, ഡെഫിനിഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ക്വാളിഫിക്കേഷൻ ഓഫ് സെക്രട്ടറി. എന്തൊക്കെയാണ് സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നോക്കാം. According to Companies Appointment and Qualification of Secretary Rule 1988 and subsequent amendments. അപ്പോൾ നമ്മുടെ കമ്പനീസ് അപ്പോയിൻമെൻറ്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് സെക്രട്ടറി റൂൾസ് 1988 പ്രകാരവും മറ്റതുമായി ബന്ധപ്പെട്ട് വന്ന അമെൻമെൻറ്റ്സ് ഒക്കെ പ്രകാരം ഒരു സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇൻ കേസ് ഓഫ് കമ്പനീസ് ഹാവിങ് എ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 2 crore rupees ഓർ മോർ, 2 കോടിയോ അതിൽ കൂടുതലോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള അടച്ചു തീർത്ത മൂലധനമുള്ളൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എ ഹോൾ ടൈം സെക്രട്ടറി മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൾ ടൈം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ICSIയിലെ ഒരു മെമ്പറായിട്ട് മെമ്പർഷിപ്പ് ലഭിച്ച വ്യക്തിയെ മാത്രമേ കമ്പനി സെക്രട്ടറി ആക്കാവൂ. Then in case of companies having a paid up share capital of less than 2 crore rupees, 2 കോടിയിൽ താഴെ paid up share capital കമ്പനിയെ സംബന്ധിച്ചിടത്തോളം the secretary must possess any one of the following qualification. താഴെ ഒത്തിരി ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്, അതിലേതെങ്കിലും ഒന്ന് പൊസസ് ചെയ്ത ആൾക്ക് ഇങ്ങനത്തെ കമ്പനിയിൽ സെക്രട്ടറി ആവാം. എ ഡിഗ്രി ഇൻ ലോ ഗ്രാൻഡഡ് ബൈ എനി യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് ചെയ്യുന്ന ഒരു ലോ ഡിഗ്രി ഉള്ള ഒരാൾക്ക്. മെമ്പർഷിപ്പ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. അപ്പം ഒരു ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഒരു ICWAIക്കകത്തോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അതിനകത്തോ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾക്കും ആവാം. Then a postgraduate degree or diploma in management granted by any university or the Indian Institute of Management, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയോ നൽകിയിട്ടുള്ള മാനേജ്മെൻറ്റിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ മീൻസ് PGയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉള്ള ഒരു വ്യക്തിക്കാവാം. എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഗ്രാൻഡഡ് ബൈ എനി യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അനുവദിക്കുന്ന കൊമേഴ്സിൽ PG ഉള്ള ഒരാൾക്ക് ആവാം. എ ഡിപ്ലോമ ഇൻ കമ്പനി ലോ ഗ്രാൻഡഡ് ബൈ എനി ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏതെങ്കിലും ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രാൻഡ് ചെയ്യുന്ന കമ്പനി ലോയിൽ കൊടുക്കുന്ന ഡിപ്ലോമ അതുള്ള ഒരാൾക്കാവാം.
മെമ്പർഷിപ്പ് ഓഫ് അസോസിയേഷൻ ഓഫ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൊൽക്കട്ടയിലെ അസോസിയേഷൻ ഓഫ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനകത്ത് മെമ്പർഷിപ്പ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം. ദെൻ എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പനി സെക്രട്ടറിഷിപ്പ്. കമ്പനി സെക്രട്ടറിഷിപ്പിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറി ആവാം. അത്രയാണ് പ്രധാനമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്. മറ്റ് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്, in order to be a company secretary, statutory qualifications are not enough. ഈ statutory qualification മാത്രം പോരാ. A company secretary should possess the following special qualification. താഴെ പറയുന്ന സ്പെഷ്യൽ ക്വാളിഫിക്കേഷനും കൂടെ അവർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഒന്ന്, നോളജ് ഓഫ് കമ്പനി ലോയിൽ അറിവുണ്ടായിരിക്കണം. നോളജ് ഓഫ് മർക്കൻഡൈൽ ലോ അറിഞ്ഞിരിക്കണം. നോളജ് ഓഫ് ഇക്കണോമിക്സ്, നോളജ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ, ജനറൽ നോളജ്, ഇത്രയും നോളജ് അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ അഡീഷണൽ നോളജും കൂടെ ഉള്ളവർക്ക് നിയമനം കിട്ടുള്ളൂ. അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനി സെക്രട്ടറിയെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. According to Section 203 of Companies Act 2013, every company belonging to such class or classes of companies as may be prescribed shall have the following whole-time key managerial personnel. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 203 പ്രകാരം താഴെ പറയുന്ന ഹോൾ ടൈം കീ മാനേജേരിയൽസ് ഒക്കെയാണ് കമ്പനികൾക്ക് വേണ്ടത്. ആരൊക്കെയാണ് കീ മാനേജേരിയൽ പേഴ്സണലായിട്ട് വരുന്നത്? മാനേജിംഗ് ഡയറക്ടർ ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർ മാനേജർ, ആൻഡ് ഇൻ ദെയർ ആബ്സെൻസ് എ ഹോൾ ടൈം ഡയറക്ടർ. ദെൻ കമ്പനി സെക്രട്ടറി ആൻഡ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഇത്രയാണ് ഒരു കീ മാനേജറിയൽ പേഴ്സണൽസിൻ്റെ ഇതിനകത്ത് വരുന്നത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അതിന് കീ മാനേജർ പേഴ്സണിൽ വരുന്ന ഒരാളാണ് കമ്പനി സെക്രട്ടറി എന്നുള്ളത് മനസ്സിലാക്കുക. The above section provides that a secretary shall be appointed by means of a resolution of the board containing the terms and conditions of appointment including the remuneration. അപ്പോൾ നമ്മൾ സെക്രട്ടറിയെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് ബോർഡിൻ്റെ റെസൊല്യൂഷൻ പ്രകാരമാണ്. ബോർഡ് പാസ്സാക്കിയിട്ടുള്ള റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. ആ റെസൊല്യൂഷനകത്ത് അയാളുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇൻക്ലൂഡിങ് ദ റെമ്യൂണറേഷൻ. സെക്രട്ടറിയുടെ റെമ്യൂണറേഷൻ അടക്കം അയാളുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അടങ്ങിയ ബോർഡിൻ്റെ ഒരു റെസൊല്യൂഷനിലൂടെയാണ് ഒരു സെക്രട്ടറിയെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. Then a whole-time secretary shall not hold office in more than one company except in a subsidiary at the same time. ഒരേ സമയം ഒരു ഹോൾ ടൈം സെക്രട്ടറിക്ക് ഒന്നിൽ കൂടുതൽ കമ്പനികളിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ സബ്സിഡിയറിയിൽ ആവാം, ഒരു കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയിലാവാം, അല്ലാതെ മറ്റു കമ്പനികളിൽ ഒരേ സമയം വർക്ക് ചെയ്യാൻ പറ്റില്ല. If the office of the whole-time secretary is vacated, the resulting vacancy shall be filled up by the board at a meeting of the board within a period of 6 months from the date of such vacancy. ഇനി ഹോൾ ടൈം സെക്രട്ടറിയുടെ ഓഫീസ് കിടക്കുകയാണെങ്കിൽ, വെക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് ഒഴിവ് വന്നു കഴിഞ്ഞാൽ ആ വേക്കൻസി എത്രയും പെട്ടെന്ന്, അതായത് ആ വേക്കൻസി ഉണ്ടായ ഡേറ്റ് തൊട്ട് 6 മാസത്തിനുള്ളിൽ ഒരു ബോർഡ് മീറ്റിംഗ് കൂടി അതുവഴി ബോർഡ് ഫില്ല് ചെയ്യേണ്ടതാണ്. Then duties of company secretary. കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The duties of a company secretary vary from company to company depending upon the nature of business, size of the company and the powers enjoyed by and responsibilities entrusted with the secretary. അപ്പോൾ ഒരു കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ കമ്പനി ടു കമ്പനി മാറിക്കൊണ്ടിരിക്കും. ആ ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച്, കമ്പനിയുടെ സൈസ് അനുസരിച്ച്, അതിലവർക്കുള്ള പവർ അനുസരിച്ച്, റെസ്പോൺസിബിലിറ്റി അനുസരിച്ചൊക്കെ കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടി മാറിക്കൊണ്ടിരിക്കും. The duties of a company secretary may be classified under the following broad heads. താഴെ പറയുന്ന ഏതാനും ഹെഡുകളിലായിട്ട് നമുക്ക് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഒന്ന്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്. ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു ഡയറക്ടേഴ്സ്, ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു ഷെയർ ഹോൾഡേഴ്സ്, ഡ്യൂട്ടീസ് ടുവേർഡ്സ് ഓർഗനൈസേഷൻ ആൻഡ് ഓഫീസ്, duties in relation to the public, duties before incorporation and duties after incorporation. ഇങ്ങനെ 7 ബ്രോഡ് ഹെഡുകളിലായിട്ട് നമുക്ക് അവരുടെ ഡ്യൂട്ടീസിനെ ക്ലാസിഫൈ ചെയ്ത് വെക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്. The statutory duties are those prescribed by the Companies Act and other statutes. കമ്പനീസ് ആക്റ്റും മറ്റതുപോലത്തെ സ്റ്റാറ്റ്യൂട്ടുകൾ നിയമങ്ങളാലൊക്കെയും
നിർദ്ദേശിക്കപ്പെട്ടുള്ള ഡ്യൂട്ടീസാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസിനകത്ത് വരുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് അണ്ടർ ദിസ് ആക്ട് ആർ. ഈ ആക്ട് പ്രകാരമുള്ള പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, ഒന്ന്, മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ആൻഡ് രജിസ്റ്റർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബുക്സും രജിസ്റ്ററും എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, അതെല്ലാം തന്നെ കീപ്പ് ചെയ്യുക. അതിൻ്റെ മേൽനോട്ടൊക്കെ സെക്രട്ടറിക്കാണ്. ദെൻ ഫയലിംഗ് ഓഫ് നെസസറി റിട്ടേൺസ് വിത്ത് രജിസ്ട്രാർ. രജിസ്ട്രാറുടെ അടുത്ത് പല റിട്ടേണുകളും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അതിനെല്ലാം തന്നെ മേൽനോട്ടം വഹിച്ച് അതെല്ലാം ചെയ്യേണ്ടത് സെക്രട്ടറിയാണ്. സൂപ്പർവൈസിങ് ദ ഇഷ്യൂ, അലോട്ട്മെൻറ്റ്, ട്രാൻസ്ഫർ ആൻഡ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചർ. ഷെയറിൻ്റെയും ഡിബെഞ്ചറിൻ്റെയും ഇഷ്യൂ തൊട്ട് അതിൻ്റെ അലോട്ട്മെൻറ്റ്, അതിൻ്റെ ട്രാൻസ്ഫർ, ഫോർഫീച്ചർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കേണ്ടത് സെക്രട്ടറിയാണ്. അറ്റൻഡിങ് ടു മീറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് ദർ പ്രൊസീഡിങ്സ്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് മിനിറ്റ്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത് അദ്ദേഹമാണ്. അലോവിങ് ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് വെൻ റിക്വയർഡ് ബൈ സ്റ്റാറ്റ്യൂട്ട്. നിയമം മൂലം എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റോ ബുക്സോ ഒക്കെ തന്നെ പരിശോധന നടത്തേണ്ട ഒരവസ്ഥ വരുവാണെങ്കിൽ അത് ചെയ്യേണ്ടത് അദ്ദേഹമാണ്. സേഫ് കസ്റ്റഡി ആൻഡ് പ്രോപ്പർ യൂസ് ഓഫ് കോമൺ സീൽ ഓഫ് ദ കമ്പനി. കമ്പനി നമുക്കറിയാം ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അത് കോമൺ സീലാണ് എല്ലായിടത്തും അതിൻ്റെ ആ ഒരു വ്യക്തിത്വം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ കോമൺ സീല് സുരക്ഷിതമായിട്ട് വെക്കേണ്ടതും അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടതും നമ്മുടെ സെക്രട്ടറിയാണ്. കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട്, സ്റ്റാമ്പ് ആക്ട്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്, ഫാക്ടറീസ് ആക്ട് ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ ലോസ്. അപ്പോൾ ഈ പറയുന്ന ആക്ടുകളെല്ലാം ഒരു കമ്പനിയിലെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവയാണ്. അപ്പോൾ ഈ ആക്റ്റിലൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക, അതെല്ലാം തന്നെ കംപ്ലൈ ചെയ്യുക, അനുസരിക്കുക എന്നുള്ളതാണ് സെക്രട്ടറിയുടെ മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസിനകത്ത് വരുന്നത്. ദെൻ ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിനോടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദ സെക്രട്ടറി ഹാസ് ടു ലുക്ക് ആഫ്റ്റർ ദ കറസ്പോണ്ടൻസ് വിത്ത് ദ ഡയറക്ടേഴ്സ്, കൺവീൻ ബോർഡ് മീറ്റിംഗ്സ്, പ്രിപ്പയർ മിനിറ്റ്സ് ആൻഡ് എക്സിക്യൂട്ട് ദ ഓർഡേഴ്സ് ഓഫ് ദ ബോർഡ്. സെക്രട്ടറി ഡയറക്ടേഴ്സിൻ്റെ എല്ലാ ഇടപാടുകളും കറസ്പോണ്ടൻസ് എല്ലാം തന്നെ നോക്കി നടത്തേണ്ടത് അവരാണ്. അതോടൊപ്പം തന്നെ ബോർഡ് മീറ്റിങ്ങുകൾ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് സംഘടിപ്പിക്കുക, അതിൻ്റെ മിനിറ്റ്സ് തയ്യാറാക്കുക, അതുപോലെ തന്നെ ബോർഡിൻ്റെ ഓർഡറുകളൊക്കെ തന്നെ നടപ്പിൽ വരുത്തുക, ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ സെക്രട്ടറിയാണ്. ഹി ഹാസ് ടു അഡ്വൈസ് ദ ഡയറക്ടേഴ്സ് ഡ്യൂറിങ് ദ ഡെലിബറേഷൻസ് അറ്റ് ദ മീറ്റിംഗ് റിഗാർഡിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് വേരിയസ്. അപ്പോൾ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിനകത്തൊക്കെ തന്നെയും എന്തെങ്കിലുമൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് റിഗാർഡിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് വേരിയസ് ആക്ട്, വിവിധ ആക്ടുകളിലെ പ്രൊവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ മീറ്റിങ്ങിനകത്തൊരു ചർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട അഡ്വൈസൊക്കെ തന്നെ ഡയറക്ടേഴ്സിന് ഇദ്ദേഹം കൊടുക്കേണ്ടതുണ്ട്. ദെൻ ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സെക്രട്ടറി ഈസ് ദ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഇടയിലുള്ള കമ്മ്യൂണിക്കേഷനുള്ള ഒരു മീഡിയമാണ് സെക്രട്ടറി എന്ന് പറയുന്നത്. അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സെക്രട്ടറിയിലൂടെയാണ്. ആസ് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി, ദ സെക്രട്ടറി ഹാസ് ടു സേഫ് ഗാർഡ് ദെയർ ഇൻട്രസ്റ്റ്. കമ്പനിയുടെ ഓണേഴ്സാണ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളത് കൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ സെക്രട്ടറി സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. He has to organize and supervise the correspondence with the shareholders with regard to application and allotment of shares. ഷെയർസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെയറിൻ്റെ അപ്ലിക്കേഷൻ ക്ഷണിക്കുക, അതിൻ്റെ അലോട്ട്മെൻറ്റ്, കാൾസ് ഓൺ ഷെയർ, ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, ദെൻ അത് കഴിഞ്ഞുണ്ടാകുന്ന ഡിവിഡൻറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻറ്റ്, നോട്ടീസസ് ആൻഡ് സർക്കുലേഴ്സ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിനുള്ള നോട്ടീസുകൾ, സർക്കുലേഴ്സ്, അവരുടെ മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് തുടങ്ങിയ കാര്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിനോടുള്ള ഇടപാടുകൾ, കറസ്പോണ്ടൻസ് എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും എല്ലാം ചെയ്യേണ്ടത് നമ്മുടെ കമ്പനി സെക്രട്ടറിയാണ്. ദെൻ ഡ്യൂട്ടീസ് ടുവേർഡ്സ് ഓർഗനൈസേഷൻ ആൻഡ് ഓഫീസ്. ദ സെക്രട്ടറി ഈസ് ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് ദി ഹെഡ് ഓഫ് ഓഫീസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഓഫീസിൻ്റെ ഹെഡായിട്ടാണ് സാധാരണഗതിയിൽ സെക്രട്ടറിയെ നമ്മൾ പരിഗണിക്കുന്നത്. ആൻഡ് ഹാസ് കൺട്രോൾ ഓവർ ഡിപ്പാർട്ട്മെൻറ്റ്സ് സച്ച് ആസ് ഷെയർസ്, റെക്കോർഡ്സ് ആൻഡ് ഫയലിംഗ്, അക്കൗണ്ട്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാം തന്നെ കൺട്രോളും സെക്രട്ടറിക്കാണ് ഉള്ളത്. ഹി ഹാസ് ടു എൻഷുർ ദാറ്റ് ദ ഓഫീസ് വർക്ക്സ് വിത്ത് മാക്സിമം എഫിഷ്യൻസി. വേണ്ടത്ര കാര്യക്ഷമതയോട് കൂടിയിട്ടാണ് ഓഫീസ് വർക്ക് ചെയ്യുന്നുള്ളതെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഹി ഹാസ് ടു സൂപ്പർവൈസ് ആൻഡ് കോർഡിനേറ്റ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഓഫീസ്. ഓഫീസിലെ വിവിധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്യും, അതിനെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് അദ്ദേഹമാണ്.
ദെൻ ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു പബ്ലിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The secretary being in possession of all important information about the various aspects of the company has to function as a medium of communication between the directors and general public, consisting of debenture holders, bankers, solicitors, creditors and prospective investors. അപ്പോൾ സെക്രട്ടറി എന്ന് പറയുന്നത് കമ്പനിയുടെ വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഇൻഫർമേഷൻ കൈവശമുള്ള ആളാണ്. ബീയിങ് ഇൻ പൊസഷൻ ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദ കമ്പനി. ആ നിലയ്ക്ക് ഹി ഹാസ് ടു ഫങ്ഷൻ ആസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡയറക്ടേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക്. അതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സിൻ്റെയും ജനറൽ പബ്ലിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെ വരിക? ഡിബഞ്ചർ ഹോൾഡേഴ്സ് വരും, ബാങ്കേഴ്സ് ഉണ്ടാവാം, സോളിസിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇനി ഇൻവെസ്റ്റേഴ്സ് ആവാൻ പോകുന്നവർ. അങ്ങനെയുള്ള ആ ഒരു ജനറൽ പബ്ലിക്കിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയമായിട്ട് പ്രവർത്തിക്കേണ്ടത് സെക്രട്ടറിയാണ്. കാരണം എല്ലാ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷനും അയാളുടെ കൈവശമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട്. ഹി ഹാസ് ടു ബി ഇൻ ടച്ച് വിത്ത് ദം ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ദേ മേ റിക്വയർ. അവരുമായിട്ട് എപ്പോഴും ഒരു ബന്ധം അദ്ദേഹം കീപ്പ് ചെയ്യണം. എന്നിട്ട് ആവശ്യമുള്ള ഇൻഫർമേഷൻ എല്ലാം തന്നെ കൊടുക്കുകയും വേണം. At the same time, he should take care to see that no confidential information is divulged to the public. അതേസമയം തന്നെ ഏത് കാര്യത്തിലും ശ്രദ്ധയും കൂടെ പുലർത്തണം. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രഹസ്യ സ്വഭാവമുള്ള ഇൻഫർമേഷൻ പബ്ലിക്കിലേക്ക് പോയി അത് പരസ്യമാവാതെ അതായത് പബ്ലിക്കിലേക്ക് എത്താതെ നോക്കുന്നുണ്ടെന്നും കൂടെ അദ്ദേഹം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ദെൻ ഡ്യൂട്ടീസ് ബിഫോർ ഇൻകോർപ്പറേഷന് മുമ്പായിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കമ്പനി രൂപീകരണത്തിന് മുമ്പായിട്ടുള്ള ഡ്യൂട്ടീസ്. ബിഫോർ ഇൻകോർപ്പറേറ്റിംഗ് ദ കമ്പനി രൂപീകരിക്കുന്നതിന് മുമ്പായിട്ട് ദ സെക്രട്ടറി ഹാസ് ടു അറ്റൻഡ് ദ പ്രിലിമിനറി മീറ്റിംഗ്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു പ്രിലിമിനറി മീറ്റിംഗ് ഓഫ് ദി പ്രൊമോട്ടേഴ്സിൻ്റെ ആ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു മീറ്റിംഗ് അവർ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് പ്രിപ്പയർ ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് അതിൻ്റെ ആ ഒരു റെക്കോർഡ് അദ്ദേഹം തയ്യാറാക്കേണ്ടതുണ്ട്. Then he has to get the promoters regarding the provisions of the Companies Act relating to the incorporation of the company. കമ്പനിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനീസ് ആക്ടിൽ കുറേ പ്രൊവിഷൻസ് ഉണ്ടാവും. ആ ഒരു പ്രൊവിഷൻസിനെ സംബന്ധിച്ചെല്ലാം തന്നെ പ്രൊമോട്ടേഴ്സിന് പറഞ്ഞു കൊടുത്ത് അവരെ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. Then he should also help them in the preparation of various documents for the purpose of incorporation. ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ ഡോക്യുമെൻറ്റുകളുടെ പ്രിപ്പറേഷന് അദ്ദേഹം അവരെ പ്രൊമോട്ടേഴ്സിനെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഡ്യൂട്ടീസ് ആഫ്റ്റർ ഇൻകോർപ്പറേഷന് ശേഷമുള്ള ഡ്യൂട്ടീസോ? After incorporation of the company, the secretary has to arrange for the first board meeting and get necessary resolution passed. ഇൻകോർപ്പറേഷന് ശേഷം സെക്രട്ടറി ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് സംഘടിപ്പിക്കണം. എന്നിട്ട് എന്തൊക്കെയാണ് റെസൊല്യൂഷൻസ്, എന്തെല്ലാം പ്രമേയങ്ങളാണോ പാസ്സാക്കേണ്ടതായിട്ടുള്ളത് അവയെല്ലാം പാസ്സാക്കി എടുക്കണം. He should take steps to get certificate to commence business by filing necessary document with the registrar of the company. ഇൻകോർപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ കമ്പനി കമൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് അതിന് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ രജിസ്ട്രാറുടെ അടുത്ത് എന്തെല്ലാം ഡോക്യുമെൻ്റ് ആണോ ഫയൽ ചെയ്യേണ്ടതായിട്ടുള്ളത് ആ ഡോക്യുമെൻറ്റുകളെല്ലാം റെഡിയാക്കി ഫയൽ ചെയ്യാണ് പിന്നീട് ചെയ്യേണ്ടതായിട്ടുള്ളത്. He has to look after the work in connection with the statutory meeting, issue of shares, contract to be entered into etc. നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ആ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഷെയർ ഇഷ്യൂ ചെയ്യണം. ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോൺട്രാക്റ്റുകൾ, വിവിധ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് തുടങ്ങും. ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കേണ്ടത് അദ്ദേഹമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസായിട്ട് പറയാനുള്ളത്. സിലബസിനകത്ത് കമ്പനി സെക്രട്ടറിയുടെ അപ്പോയിൻമെൻറ്റ്, ക്വാളിഫിക്കേഷൻ, ഡ്യൂട്ടീസ് ഇത്രയും കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ, സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങൾ മാത്രമേ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റ് ലയബിലിറ്റീസ് വേറെ കാര്യങ്ങളൊന്നും നമ്മളിതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.